ഹലോ ഗായ്സ്, ഹലോ ഗായ്സ്. അത് വേണ്ട, എന്റെ കണ്ണിൽ എന്തോ പ്രശ്നം വന്നിട്ട്. ഹായ് ഗായ്സ്, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും വെൽക്കം. ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ വീഡിയോയുടെ തുടക്കമായിരിക്കും. ട്രിക്ക് ഇറക്കുവാ, ട്രിക്ക്. അപ്പൊ ഇന്നത്തെ നമ്മൾ എനിക്ക് രണ്ടെണ്ണം വേണം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇസുട്ടിയുടെ രണ്ടാമത്തെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ പ്രിപ്പറേഷൻസ് ആയി ഇവിടെ എല്ലാരും ഉണ്ട്. അച്ചാച്ചൻ ഡെൽന, അച്ചു, അപ്പുചേട്ടൻ, മോന് അവിടെ എവിടെയാണ്ടൊക്കെ ഇരിപ്പുണ്ട്. നിങ്ങൾ കണ്ടുപിടിച്ചോ. സിബിൻ, അതാ അപ്പുചേട്ടൻ. പഴംപൊരി അത് കുഴപ്പമില്ല, എപ്പോ വേണേലും പഴംപൊരി എടുക്കും. പിന്നെ പാറു, ഡെക്കറേഷൻ ഗേൾ. നമ്മളൊരു ഹായ് ഗൈസ് പറയോ. ഹായ് ഗൈസ്, വെൽക്കം വെൽക്കം. സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് അയ്യോ, സബ്സ്ക്രൈബ് അല്ല, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അയ്യോ, എന്റെ മുട്ട പപ്സ് പോയേ, എന്റെ മുട്ട പപ്സ് താഴെ പോയേ. മുട്ട പപ്സ് സ്പോൺസേർഡ് ബൈ സിബില ആൻഡ് ഫാമിലി. അപ്പൊ നമ്മള് ശരിക്കും ഓഗസ്റ്റ് 1 ഇസുട്ടിയുടെ ബർത്ത്ഡേ. അത് ഇന്നലെ ആയിരുന്നു. ഇന്നലെ നമ്മൾ ഓൾറെഡി ഒരു കുഞ്ഞു കേക്കും പിന്നെ മോനിന്റെ സ്പെഷ്യല് ചിക്കൻ കറി, മോനിന്റെ സ്പെഷ്യല് ചിക്കൻ കറി. ഡൂബി ചാടുന്ന വേറൊന്നും അല്ലാതെ മുട്ട കയ്യിലിരിപ്പുണ്ട്, മുട്ട പപ്സിന്റെ. അതിനാണ് ചാടുന്നത്. ഇത് കഴിഞ്ഞിട്ട് അപ്പച്ചേട്ടന്റെ പഴംപൊരി ഉണ്ട്. പഴം സ്പോൺസേർഡ് ബൈ ഡെർന ആൻഡ് ഫാമിലി. മഴവില്ല, അതെ മഴവില്ല. അങ്ങോട്ട്. അപ്പം നമ്മള് എന്താ മോന്റെ സ്പെഷ്യൽ ചിക്കൻ കറിയും നെയ്ച്ചോറും ഉണ്ടായിരുന്നു ഇന്നലെ നമ്മൾ അതൊക്കെ കഴിച്ചു. നാളെ ശനിയായി, ഇന്നലെ വ്യാഴാഴ്ച ആയ കാരണം നമുക്ക് അങ്ങനെ സെലിബ്രേഷൻ പോലൊന്നും വെക്കാൻ പറ്റില്ല. ഒരുപാട് വലിയ സെലിബ്രേഷൻ ഒന്നുമല്ല, കുഞ്ഞു ഇതാണ്. 10-20 പേര് നമ്മളെ ഫ്രണ്ട്സും ഫാമിലിയും തന്നെ. നമ്മളിവിടെ വീട്ടിൽ തന്നെ ബാക്ക് യാർഡിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ഡെക്കറേഷൻ പരിപാടികൾ ചെയ്യാണ്. ഇത് കഴിഞ്ഞിട്ട് ഡെൽന ഓൾറെഡി തുടങ്ങിയെന്ന് തോന്നുന്നു. നമുക്ക് ഞങ്ങൾ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ഞാൻ മന്തി ഉണ്ടാക്കും, ഡെൽന പായസവും കട്ട്ലറ്റും ഉണ്ടാക്കും. അപ്പൊ അതിന് ചിക്കനൊക്കെ ഇന്ന് രാത്രി പ്രിപ്പയർ ചെയ്ത് വെക്കണം. കേക്ക് ഞാൻ ഇല്ല കേട്ടോ, അതെനിക്ക് കേട്ടോ. അപ്പൊ ഇപ്പൊ 8-9 മണിയായി ശരിക്കും പറഞ്ഞാല്. ഇച്ചിരി മതി. ഒരു ഗ്ലാസ് ഒന്നും കൊടുക്കണ്ട, അല്ല പാല് ഫ്രീസറിലിരിക്കുവാ താഴെ. ആണോ? അപ്പം പാല് ഫ്രീസറിൽ വെച്ച വേറൊന്നും അല്ല, കേക്ക് ഉണ്ടാക്കിയിട്ട് വെക്കാൻ സ്ഥലം ഇല്ലാത്തോണ്ട് ഞാൻ എടുത്ത് ഫ്രീസറിൽ. അങ്ങനൊന്നും ഇല്ല. അന്ന് ഇതുപോലെ, അന്ന് ഇതിനെക്കാട്ടി വേസ്റ്റ് ആയിരുന്നു ആ പഴത്തിന്. ഇല്ല അന്ന് നമ്മള് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടാ ചെയ്ത. ഇല്ല കൊള്ളൂലായിരുന്നൊന്നും പറഞ്ഞില്ല. ആദ്യത്തെ അത്ര പഴം പോരായിരുന്നു എന്ന് പറഞ്ഞു. പഴം പോരായിരുന്നു എന്നാട്ടോ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, ഒരു ബുദ്ധിമുട്ടില്ല. ഇസൂട്ടിനെ കാണിച്ചില്ല. ഇസൂട്ടി ഇവിടെ പപ്സ് തിരക്കില്ല. ഇസൂട്ടി അടി നിന്റെ ബർത്ത്ഡേയുടെ സെലിബ്രേഷന്റെ ഇതാടി. ഇസൂട്ടി ഹായ് ഗൈസ് പറയാ. അപ്പൊ ഞാൻ അതൊക്കെ കാണിച്ചു തരാം. ഇവിടെ ഇപ്പൊ എല്ലാരും ഉണ്ട്. ഓരോന്നായിട്ട് കാണിച്ചു തരാം. കേക്കിന് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കില് ഏതാണ്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെയ്തു വെച്ചു. ഞാൻ ഫൈനൽ കേക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ്. ലൈക്ക് ചെയ്യാൻ പറയൂ തമ്പിടു. ലൈക്ക് ചെയ്യാൻ പറ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. സബ്സ്ക്രൈബ് അത് ഇച്ചിരി പാടാല്ലേ. ലൈക്ക് ചെയ്യണേ, അവിടെ ഇങ്ങനെ ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ.
ലൈക്ക് ചെയ്യൂ. ലൈക്ക് ചെയ്യൂന്ന് പറഞ്ഞേ പറ. ലൈക്ക് ചെയ്യൂന്ന് പറ. പറയൂലേ? ഇസൂട്ടി പറയണ്ടോ ലൈക്ക് ചെയ്യാൻ? ആ ഓക്കെ. വളയാൻ പോണേ. അത് അവിടെ നിന്ന് വരുന്നയാ. ഇതിന്റെ അകത്തുണ്ട്. ഇത് അങ്ങോട്ട് സെറ്റപ്പില്ല. ഇങ്ങോട്ട് നമ്മൾ ഈ പ്രാവശ്യം ബലൂൺ ഡെക്കറേഷൻ ഒന്നുമില്ല, ഫ്ലവർ വെച്ചിട്ടുള്ള പരിപാടിയാണ്. ആരെവിടെ കൂന്നേ? ആരെവിടെ കൂന്നേ? ഇപ്പൊ മോനെ തടി കാണിച്ചാ മോനെ? അവളെ സാറിന് തടി കാണിച്ചാ? മോനു തടി കാണിച്ചാ അവളെ? ഹലോ, വെൽക്കം. ചിഗിരിക്കോട് എന്തോ ചെയ്യുന്നുണ്ട്? ചിരികോട് No. No. എന്തോന്ന്? ആ മോനു ലണ്ടൻ പോയി ഇറങ്ങിയപ്പോ കയറി ഓട്ടി. എന്തോടി നീ നൂൽക്കമ്പി ഉണ്ടോ മോനു ഇവിടെ? ഡൂബി 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 ഡൂബിമാ അവിടുത്തെ പപ്സിന്റെ പൊടി ഇസുട്ടവിടെ കൊറേ പൊടിച്ചിട്ടോ. എന്താ അവളോട് ഒരുപാട് സമയം എടുക്കും. എന്താ പറ്റിയേ? ഡൂബി ഡെസ്കിന്റെ മണ്ടയ്ക്ക് പപ്സിന്റെ പൊടി വല്ലതും ഉണ്ടോ എന്ന് തപ്പിയതാ. പാവം ഡൂബി, ഒന്നും കിട്ടിയില്ല. ഞാൻ കട്ട് ചെയ്ത് തരാം. എന്താണ് മനസ്സിലാവില്ല. Okay, you take it. വേറെ അത്രയുണ്ടോ? വേറെ കത്രിക ഇല്ലല്ലോ. നമ്മുടെ കുട്ടികളെ എല്ലാരെയും നോക്കുന്ന ഫാമിലിയാണ്. 10 പൈസ ചെലവില്ല. 10 പൈസ ചെലവില്ലാതെ. അപ്പുറത്തായിട്ട് പൊളിക്കണി. ഹായ് ഗൈസ്, ലൈക്ക് Okay, like അടിക്കൂ. ലൈക്ക് അടിക്കാൻ പറ. എല്ലാരും ലൈക്ക് അടിക്കാൻ പറ. ലൈക്ക്. Like or do like and subscribe. ഓ ഇംഗ്ലീഷിൽ പറയണം. Okay. Okay. Okay, just sing a song. No. ലെറ്ററോ? Why not? കട്ട് ചെയ്ത് തരുമോ മോനു? എനിക്ക് കട്ട് ചെയ്യാനുള്ള പാട്. എന്റെ കൈ വേദന എടുക്കുന്നു. അത് പണിയേ. You say actually. അത്രേ എമ്മി എമ്മി. സുമ പ്രതിഷേധം ചെയ്യും. പറ്റാത്തതിന്റെ ദേഷ്യത്തിൽ ചാടി ആർക്കെങ്കിലും കൊത്തു കിട്ടണ്ടോ? അല്ല കുത്തു കിട്ടണ്ടോ? നീ ക്രീം കുറച്ചുകൂടെ തരും. You both sit there. Where is the flight? Where is the flight?
Here I am, here I am, I am the ഞാൻ പല കാര്യങ്ങളും ആലോചിക്കാൻ തുടങ്ങിയിട്ട് പുറകിൽ കൂടെ നൂലിട്ട് കെട്ടപ്പോ നമുക്ക് ഉറങ്ങണേനും എന്റെ ആലോചന അതൊക്കെയാ. ഇത് ഞാൻ എങ്ങനെ കുറ്റം എന്നിട്ട് ഒരു ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഇത് ആലോചിച്ചിട്ട് എടാ നീ ഓരുന്നില്ല അപ്പൊ ഇച്ചിരി വിരിക്കണ്ടേടി. ഇത് പക്കയാ, ഇത് പക്കയാ. അത് പറ്റിയാണോ? ആ, നീ കുത്തിക്കേ. നീ തന്നെ കുത്തിക്കോ. നീ അല്ലേ മെയിൻ. അതാരാ ഇത്? ചാച്ചാച്ചിക്ക് ഓറഞ്ച് കൊടുക്കണ്ടോ? ഓറഞ്ച് കൊടുക്കും. താങ്ക് യു പറയിപ്പിക്കണം കേട്ടോ. You want more orange? Yes. Oh, I want the orange one. Yeah, it's colorful. Wow. It's a wonderful orange. No, it's sour. It's orange. Whoa. It's a rhino. Oh, that's orange. It's really high. It's really high. It's very high. I said. No. 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 This is the one sound. Okay, let's go, let's go. 1, 2, come. No. No, നിന്നെ വലിച്ചിട്ട് ഇങ്ങോട്ട് മാറണേ. Come on, let's go. Ding ding, 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 ding ding. Okay, go. Go. നാട്ടിൽ നിന്ന് തന്നെ എത്തപ്പെടും. ആ സാധനത്തിൽ ഉണ്ടാക്കാൻ പറ്റും. കപ്പായിട്ട് കിട്ടും. ഇതിങ്ങനെ ഞാൻ ചെയ്താൽ മതി. ഇതിനെ മറ്റേ ഡൈ പെട്രോള് പഴവും നല്ലതാ. പക്ഷെ ഈ ഫ്രഷ്കോലും കൊള്ളൂല. എന്താ സംഭവിക്കുന്നത്? നമുക്ക് അടുത്ത ടേപ്പ് കിട്ടിയില്ല കേട്ടോ. ഞാൻ എങ്ങും പോണില്ല. പ്രശ്നം വരുന്നില്ല. എണ്ണം തൊട്ടോ. മരുന്നിന്റെ കൊതു കുത്തി തുടങ്ങി. എനിക്ക് രൂപയ്ക്ക് കൊടുക്കാവോ? പഴം പരി വേണ്ട. അതുപോലെ ബാക്കിയെല്ലാം ചെയ്ത് മാനേജർ പണിക്കാണോ ഇരിക്കുന്നേ? ഊതി തിന്നു. ഇത് ഞാനിങ്ങനെ ആകെ ഒരു ബട്ടർഫ്ലൈ എന്താ ആ ബട്ടർഫ്ലൈ അത് പോകും. നാളെ ബർത്ത്ഡേക്ക് വെക്കാൻ ആ മേടെ കൊടുത്തു. അച്ഛനെ അച്ഛനെ കൊടുത്തു. കൊച്ചുങ്ങളെ അത് പഠിപ്പിച്ചില്ലേ ഒരു പൂ പോവാൻ പോകും. ഒറിജിനൽ പട്ടി ഇവിടെ കൂവുന്നില്ല. ഒറിജിനൽ പട്ടി ഇവിടെ കൂവുന്നില്ല. വേറെ പോലീസ് വരുവാണെങ്കിൽ പറഞ്ഞാൽ സൗണ്ടാന്ന് പറഞ്ഞാൽ അത് കേട്ടിട്ട് അവര് പറഞ്ഞു. ഇത് ഓക്കെ അല്ലേ? പക്ഷെ ഈ സാധനം ഇടിയാ നല്ല അടിയാറ് എന്റെ അവിടെ ഇരിക്കുന്നത്. ആ പിള്ളേര് പഠിക്കണേ. രാത്രി പോയി മറിഞ്ഞോണം ആരും അറിയും. ഇവിടെ ഇങ്ങനെ ഇട്ട് ഇരിക്കുന്നൊക്കെ രണ്ടെണ്ണം കൂടെ. ഡൂബി ഇത് എവിടെ ഇരിക്കുന്നേ? ഡൂബിമ്മ ഇത് എവിടെ ഇരിക്കുന്നേ? ഇത് മോനുന്റെ പരിപാടിയാണ്. ടേപ്പല്ല, ഡൂബിനെ ഇതിൽ കയറ്റിയിരുത്തിയത്. ഇത് ഞാൻ മേടിച്ച ടേപ്പാ. ഇത് എവിടെ ഡബിൾ സൈഡ് അല്ല, അത് ഇതിന് പറിച്ചെടുക്കും. അതിന്റെ ആ ഒട്ടിപ്പീര് പറിച്ചെടുക്കും. അപ്പോ നമ്മുടെ യൂഷ്വൽ ഡബിൾ സൈഡിന്റെ ഇപ്പൊ അപ്പുറം ഒരു കോട്ടിങ് പോലെയല്ല, നിങ്ങള് പറിച്ചെടുക്കും. ഭയങ്കര കട്ടിയുള്ള സാധനം.
ഞാൻ ഇപ്പൊ ഒരു സാധനം എടുത്തിട്ട് ഇതിനകത്ത് പറിച്ചെടുക്കണേ അതിന്ന് പറിച്ചെടുക്കണം. അതെ അതെ അതെ, ഇതായിരുന്നല്ല പരിപാടി. ഒരുപാട് മാറ്റം. അയ്യോ, ഇനി റാ വെട്ടുന്നതാണ് പ്രശ്നം. ചേർത്ത് വേണം, കാണാൻ പാടില്ലല്ലോ. ചേർത്ത് ഇപ്പൊ കത്രിയും കൊണ്ട് എത്ര ചേർക്കണേ? അറ്റിച്ചിരി വിടണം കേട്ടോ, അറ്റത്ത് കമ്പി കേട്ടണോ? മുറിഞ്ഞു തമ്പൂട്ടി പറയണ്ട കേട്ടോ, നമുക്കറിയാം കാര്യം. കുത്തിയാ തീർത്താലും മനയും കൂടെ ഉണ്ട്. അത് ഇതാണ് ഓക്കെ. ഇതാണ്ടാ ഇത് പുത്തൻ വേനായിരുന്നു. ഞാൻ വണ്ണി കുത്തി വെച്ചാ തുരുമ്പുടിച്ചു. സാധനങ്ങളുടെ സേവനം വഴിപഴച്ച് ചെയ്തു. അയ്യോ അപ്പൂ അയ്യോ അപ്പോ 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 ഇയാൾ ഈ ഇറച്ചി വെട്ടണ പോലെ ഇരുന്ന് വെട്ട. ആ വലിയ കത്തി എടുത്തുകൂടായിരുന്നോ? വലിയ കത്തി എടുക്കായിരുന്നില്ലേ? ഇനിയിപ്പോ പൂക്കാലം വന്നോണ്ടല്ലോ. അയ്യാ പൂപ്പു സ്മരിക്കണം കേട്ടോ ഞങ്ങളെ. കുഴപ്പമില്ല, ഞാൻ പൂസ. വെള്ളപ്പൂ 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 വെള്ളപ്പൂ. നിങ്ങളെ ഒന്ന് മാറിയ പോകുന്നു എന്നെ തെറിയപ്പോ. എനിക്ക് കുറച്ച് ഇത് വേണം, ഇത് ആടി ഒളിഞ്ഞോണ്ടിരിക്കാൻ. ഇത് നല്ല രസമുണ്ട്. അതൊന്ന് ആ പൂ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതെങ്ങോട്ടായിട്ട് അത് ആ കമ്പിയുടെ പുറത്തുനിന്ന് മാറണം മോനു, അത്രേ ഉള്ളൂ. ഒടിക്കല്ലേ മോനു? വലിച്ചിട്ട് അതെന്താന്നൊന്ന് നോക്കാൻ പറഞ്ഞിട്ട് മോനു ഇതുവരെ നോക്കിയിട്ടില്ല കേട്ടോ. ഇങ്ങോട്ട് നടക്കത് ഡെലിന് ഇവിടെ കട്ട്ലറ്റിന്റെ പരിപാടി തുടങ്ങി. ഇത് 11:30 മണിയായി. 11:30 രാത്രി കട്ട്ലറ്റ് പരിപാടി. മോനു ഇവിടെ അപ്പൊ ഇയാള് കൈമാറിയാ മന്തിക്കുള്ള ചിക്കൻ തൊലി പൊളിച്ച്. എടാ തൊലി അത് മോനു ചെയ്തോളായിരിക്കും അല്ലേ? ഇവരിവിടെ അവിടെ ഒരു സെറ്റ് അവിടെ ഉണ്ട്. ഓ സാധനം റെഡി, ഹാഫ് സാധനം റെഡി. എന്നേ അത് ഊരിയിട്ട് പുറത്തോടെ നടക്കാൻ പറ്റൂല. അകത്ത് നോക്കൂ, ഊരി തരാം. അകത്ത് നോക്കുന്നിട്ട് പുറത്ത് എല്ലാരും പോയി ഗൈസ്. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല പോകുന്നതിന്റെ തിരക്കില്. ഓൾറെഡി 12 മണിയായി. ഇപ്പോഴാ അവര് പോയെ. സിബിനൊക്കെ പോയി, എല്ലാരും പോയി. പോയപ്പോഴാ ഞാൻ അകത്ത് ചെന്നപ്പോഴാണ് ഞാൻ ഓർത്തത്. അയ്യോ പോയതിന്റെ ഒന്നും വീഡിയോ എടുത്തില്ലല്ലോ. എല്ലാരും 12 മണിയായി പോകുന്നതിന്റെ തിരക്കിൽ. മോനിപ്പോ വരൂടാ, മോനു സിബിമാമന്റെ വീട്ടിൽ പോയി. അപ്പോഴാണ് ഞാൻ ഓർത്തത് പോയ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. ഞങ്ങള് എല്ലാം പോകുന്നതിൻ്റെ തിരക്കിലായിരുന്നു. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പിന്നെ നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് എപ്പോൾ വരണം എന്നൊക്കെ പറഞ്ഞ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്തായാലും എല്ലാവരും പോയി. ഇനി നാളത്തെ ഫുഡിൻ്റെ പ്രിപ്പറേഷൻ്റെ ഇടയ്ക്ക് ഞാൻ കാണിച്ചു തരാം. ഹലോ ഗൈസ്, ഡ്രസ് ചേഞ്ച് ചെയ്തു. ഞാൻ മറ്റേത് ജിമ്മിന്ന് വന്ന കോളായിരുന്നു. ഇപ്പം എല്ലാവരും പോയി. ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ നാളത്തേക്കുള്ള എല്ലാം കട്ട്ലറ്റിനുള്ളത് എല്ലാം ഇപ്പം മറ്റേ ഷേപ്പാക്കി വെക്കുക. കട്ട്ലറ്റ് ഇതെന്തുവാ ഞാനിവിടുന്ന് പറയുന്നത്? ഇയാൾ വേറെ എടുത്ത് പോവാണോ? ആ, അത് കട്ട്ലറ്റിനുള്ളതാണ്. ഇത് നമ്മൾ ഷേപ്പാക്കി ഇന്ന് വെക്കും. അപ്പം നാളെ പകലെടുത്ത് അങ്ങ് വറുത്താൽ മതിയല്ലോ.
പിന്നെ മന്തിക്കുള്ള ചിക്കൻ മസാല പുരട്ടി വെക്കാൻ പോവുകയാണ്. അത് ഓരോ പാത്രമായിട്ട് ശരിയാക്കുക. നമുക്കിവിടെ ഒരുപാട് വലിയ പാത്രമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 3 പാത്രത്തിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതും ചെയ്ത് അതും ഫിനിഷായി കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കും. പിന്നെ നാളെ രാവിലെ എഴുതിട്ട് മന്തി ഉണ്ടാക്കും, കട്ട്ലറ്റും ആക്കും, പായസവും വെക്കണം. പായസത്തിനുള്ള നെയ്യ് മേടിക്കാൻ മറന്നു പോയി. ഇന്ന് രാവിലെ പോയി മേടിച്ചു തരും. കുഞ്ഞേച്ചി രാവിലെ 8 മണിക്ക് എത്തുമെന്ന് വന്നിട്ടുണ്ട്. കുഞ്ഞേച്ചിയുടെ അടുത്ത് 2 പാത്രം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അതുമായിട്ടായിരിക്കും കുഞ്ഞേച്ചി വരുന്നത്. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അതേ നമ്മുടെ കട്ട്ലറ്റിനുള്ള മസാല റെഡിയായി. പിന്നെ അതേ മന്തിക്കുള്ള ചിക്കനും മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 3 പാത്രത്തിൽ. ഇനിയിപ്പം ഇത് കട്ട്ലറ്റിൻ്റെ ഇത് തണുക്കാനായിട്ട് നോക്കിയിരിക്കുക. അപ്പോൾ തണുത്ത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് മറ്റേ ഷേപ്പാക്കിയിട്ട് പാത്രത്തിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ രാവിലെ എടുത്തിട്ട് അങ്ങ് വറുത്താൽ മതിയല്ലോ. പിന്നെ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ നാളെ ഇനി കുക്കിംഗ് ഞാൻ സമയമുണ്ടോ കാണിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇന്നിപ്പം ഇനി കട്ട്ലറ്റിൻ്റെയും കൂടെ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ നാളത്തേക്കുള്ള സാധനം എല്ലാം സെറ്റായി. ഇത് നമ്മൾ 40 എണ്ണമാണ് ആക്കി വെച്ചേക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചല്ലോ മന്തി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. 1:45 മണിയായി. ഇനി ബാക്കി നാളെ രാവിലെ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അതവിടെ പറക്കാൻ തുടങ്ങി. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ രാവിലെ ഇവിടുത്തെ പരിപാടികൾ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. ഇത് മന്തിൻ്റെ ചിക്കൻ 2 പാത്രത്തിലായിട്ട്. കുഞ്ഞേച്ചി 8 മണി കഴിഞ്ഞപ്പോഴത്തേ വന്നു. ഞാനിന് ഒരു 7 മണിക്ക് അങ്ങോട്ട് എണീറ്റായിരുന്നു. പിന്നെ എന്നിട്ട് വന്നപ്പോൾ തന്നെ പാത്രം എടുത്തിട്ട് നമ്മൾ ചിക്കൻ വറുത്ത് വെച്ചു. പിന്നെ അരി 2 പാത്രത്തിലായിട്ട് വെന്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് മന്തി ഇടണം. എന്താ? അപ്പം നമ്മൾ ചോറ് ഒരെണ്ണം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. 57. ഡെല്ല ഇവിടെ നമ്മുടെ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറി ഉണ്ടാക്കുകയാണ്. പിന്നെ ഇനിയിപ്പോൾ എന്തോന്ന് ഇതിപ്പം ആ അരി കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മളിതിൽ ദമ്മടിക്കും. ഇപ്പോഴേ ദമ്മടിച്ച് ഒരു വട്ടം വെക്കും. എന്നിട്ട് നമ്മൾ കഴിക്കാറാകുമ്പോഴത്തേക്ക് നമ്മൾ ഒന്നും കൂടെ കനലൊക്കെ കത്തിച്ച് ഒന്നും കൂടെ സെറ്റാക്കും. നമുക്ക് അവിടെ അടുപ്പൊന്നും ഫ്രീ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇൻഡക്ഷൻ കുക്കറിലാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറി ചെയ്യാൻ പോകുന്നത്. അച്ചാച്ച ഇതുവരെ ഉറക്കം കഴിഞ്ഞിട്ടില്ല. ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. പിന്നെ പാറൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വരും. എന്നിട്ടാണ് നമ്മൾ ഡെക്കറേഷൻ ചെയ്യുന്നത്. ഡെക്കറേഷൻ ചെയ്ത് ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് നമ്മളെല്ലാവരും റെഡി ആവാൻ പോകുന്നത്. ഓക്കെ, അതൊക്കെ ഞാൻ വേറെ കാണിക്കാം. ഞാൻ ഇസൂട്ടിയുടെ ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ മൈ ബർത്ത്ഡേ വ്ളോഗ് ചെയ്യാമെന്നൊക്കെയാണ് പ്ലാൻ. നടക്കുമെന്ന് അറിയത്തില്ല. ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കും സെക്കൻഡ് വരുന്നത്. ഇത് ഫസ്റ്റ് വീഡിയോ, സെക്കൻഡ് വീഡിയോ അത് ഫൈനൽ വീഡിയോ ആയിരിക്കും നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ്. അവിടെ കളി ആ വരുന്നത്. ഇതന്നെ 4-5 കുഴിയൊക്കെ ഇടണോ? അതെയോ? ഓടിച്ച അയ്യോ, അറക്കുന്ന എന്താ സാധനം മോൻ്റെ അടുത്തുണ്ടായിരുന്നെന്ന് കണ്ടാ മോന് പറഞ്ഞു. അതാ പായസം. ഹലോ ഗൈസ്, അപ്പം ഞാൻ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. അടുത്ത വ്ളോഗ് ഇനി സൂട്ടിൻ്റെ ഇതിൻ്റെ ഡെക്കറേഷൻ ഇനി നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഡെക്കറേഷൻ ഇന്നലെ ചെയ്തത് കാണിച്ചല്ലോ. ഇനി ശരിക്കും ബോളിൽ അതൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പോവാം. അത് ഞാൻ പിന്നെ കാണിക്കുന്നില്ല. ഞാൻ ഫൈനൽ പറയാൻ പറ്റത്തില്ല കേട്ടോ. ചിലപ്പോൾ ഞാൻ ക്ലിപ്പ് എടുത്താൽ ഞാൻ ആഡ് ചെയ്യാം ഇതിൽ തന്നെ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ വൈൻഡപ്പ് എടുക്കുകയാണ്. ഇതേ ഉറക്കാനായിട്ട് വരുന്നുണ്ട്. ചാച്ചൻ്റെ ഇതാണ് എല്ലാവർക്കും കൂടെ ചപ്പാത്തി വിടുന്നത്. അപ്പോൾ അതേ ഞങ്ങൾ മന്തി ദമ്മടിക്കാൻ 2 പാത്രം, ഈ 2 പാത്രം നിറച്ച് മന്തി ആക്കി ദമ്മടിച്ച് വെച്ചിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. പിന്നെ ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഇവള് പായസം ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുഞ്ഞിച്ച് രാവിലെ 8 മണി കഴിഞ്ഞ് പോകണം.
അത് കഴിഞ്ഞ് പിന്നെ അടുക്കാറാകുമ്പോൾ കട്ട്ലറ്റ് വറുത്ത് വെക്കും. പിന്നെ വേറെ ഒന്നുമില്ല. ഇനിയിപ്പം പാറു ഇപ്പോൾ വരും ഡെക്കറേഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഡെക്കറേഷൻ ചെയ്യും. അത് കഴിഞ്ഞ് ഇനി ഇസൂട്ടിയുടെ റെഡിയാകുന്ന വ്ളോഗ് ഞാൻ വേറെ എടുക്കാം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഞാൻ പറയണ്ടല്ലോ, എന്താ ചെയ്യണ്ടേ? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നതാണ് ഗൈസ്. അപ്പോൾ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഇസൂട്ടിനെ ഒരുക്കാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ഇസൂട്ടിനെ ആ ഇതിൽ കാണാനായിട്ട്, ഫൈനൽ ലുക്ക് കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇതാണ്. അത് തന്നെയാണ് എൻ്റെ മനസ്സിൽ കുറേ ദിവസമായിട്ട്. വേറൊന്നും എൻ്റെ മനസ്സിലില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ ബൈ. ഈ വ്ളോഗ് ഇവിടെ കഴിഞ്ഞ് അടുത്ത വ്ളോഗിൽ കാണാം.